ഗൈസ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ ജിയാ ഡയറീസ്. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കല്യാണത്തിൻ്റെ വ്യൂ പോയിന്റ് ആണ് കേട്ടോ. ഇടുക്കിയിലുള്ള സെയിം കളർ റെയിൻകോട്ട് ബട്ട് ഡിഫറെൻറ്റ് ഡെസ്റ്റിനേഷൻ. അപ്പം നമുക്കിന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാം. അപ്പോൾ ഇതാണ് ഗൈസ് കല്യാണം. അപ്പോൾ ഇൻട്രോ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന്. അതേ ഗൈസ്, നമ്മൾ പോകുന്നത് കല്യാണത്തണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. നമ്മുടെ ഇടുക്കി ജില്ലയിലെ കട്ടപ്പന എന്ന സ്ഥലത്താണ് കല്യാണത്തണ്ട് എന്ന സ്ഥലമുള്ളത്. ആക്ച്വലി ഇത് നമ്മുടെ കാൽവറി മൗണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് വൺ ഓഫ് ദി ടൂറിസ്റ്റ് പ്ലേസ് ഒന്നാണ്. അപ്പോൾ അതിന് തൊട്ടിപ്പുറത്തെ മലയായിട്ടാണ് വരുന്നത്. അവിടുന്ന് ഒരു 10-20 മിനിറ്റ് ട്രാവലേ ഉള്ളൂ നമുക്ക് റോഡിൽ കൂടെ. അപ്പം നമ്മൾ ഒറ്റയ്ക്കല്ല ഇന്ന് പോകുന്നത്, അതായത് ഞാൻ ഹസ്ബൻഡ് മാത്രമല്ല പോകുന്നത്, നമ്മൾ ഓഫീസ് ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ചേറെ ആൾക്കാരുണ്ട് കേട്ടോ. ഞങ്ങൾ 3 വണ്ടിയിലായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ പോകുന്ന വണ്ടി നമ്മുടെ തന്നെയാണ്. അപ്പോൾ ഈ കല്യാണത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ കല്യാണത്തിൻ്റെ ഏറ്റവും ടോപ്പ്, അതായത് ഈ മലയുടെ മണ്ടയ്ക്ക് കയറിയാൽ നമുക്ക് അഞ്ചുരുളി ടണൽ, മുനമ്പ്, ആ ഇടുക്കി ഡാം ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഇതേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ടീമായിട്ട് ഇറങ്ങി. ഇവിടെ ആക്ച്വലി ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ പപ്പയും മമ്മിയും ഉണ്ട്. അവരുടെ പ്രോപ്പർട്ടി കൂടാണ് കേട്ടോ ആക്ച്വലി ഞങ്ങൾ മെയിലേക്ക് പോകുന്നത്. നമ്മളിപ്പോൾ ഈ പോകുന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടി കൂടെ ആണെങ്കിൽ ഇതിന് പാരലായിട്ട് തൊട്ടപ്പുറത്ത് നമുക്ക് വേറെ എല്ലാവർക്കും കയറാവുന്ന വഴിയുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതേ മല കയറി തുടങ്ങി ഗൈസ്. രേഷ്മേച്ചി വെച്ച് പിടിക്കണ്ടേ, ആദ്യമേ എത്തിയിട്ട് വ്യൂ പോയിന്റ് കാണാനുള്ള പോക്ക. അതെ, ഇങ്ങനെ കേറി പോണം ഗൈസ്. കുറെ ഉണ്ട് താഴേന്ന്. അതറിയത്തില്ല, നമ്മൾ വെച്ച് പോകുന്നുണ്ട്. നീ എന്താ ഇങ്ങനെ കയറണ്ട്? ആക്ച്വലി ഗൈസ് നല്ല തണുപ്പുണ്ട്, മഴയുണ്ട്. ആരൊന്നും വിചാരിക്കരുത്, ആക്ച്വലി ഡ്രസ് ഇട്ടിട്ടുണ്ട്. ഇഷാനിന്റെ ഡയലോഗ് പറഞ്ഞിട്ടോ. ഏത് വളവ്? ഫോറസ്റ്റ് ആണ് ഇത്. എല്ലാവരും കൂടിയൊരു വോക്കാണ്. ഫാമിനകത്ത് കൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. ഏക്കർ കണക്കിന് ഏലകൃഷി. ഇത് പ്രമോഷൻ വീഡിയോ ആണോ? ഈ കുട്ടിയൊക്കെ എന്തിനാ ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യണമെന്ന് എനിക്കറിഞ്ഞൂടാ. ഇനിയും കേറാനുണ്ട് ഗൈസ്, ഒരുപാട്. നടുവില്ല മുതുവില്ല. അമ്മേ വേണ്ട, അങ്ങോട്ടേക്ക് എന്തൊക്കെയൊക്കെയോ ഉണ്ട്, ആൾക്കാരൊക്കെ കയറി വരുന്നുണ്ട്. ആക്ച്വലി ഇത് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അവളുടെ പ്രോപ്പർട്ടിക്ക് അകത്തൂടെ കയറി മേലേക്ക് എത്തുമ്പോൾ നമുക്ക് കല്യാണത്തണ്ടിൻ്റെ വ്യൂ പോയിന്റ് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കയറി പോകാം കേട്ടോ. സാധാരണ കല്യാണത്തിൻ്റെ കയറി പോകുന്ന വഴിയിൽ അതിൽ കൂടെ അല്ല ഞങ്ങൾ പോകുന്നത്. ഇത് ഫ്രണ്ടിൻ്റെ പ്രോപ്പർട്ടി കൂടെ. അങ്ങനെ അമ്മ അണക്കുന്ന ചാറ്റം മഴ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ റെയിൻകോട്ടൊക്കെ ഇട്ട് പോകുന്നത്. ഓ മൈ ഗോഡ്, ഈശോയെ കാടായി തുടങ്ങി കണ്ട. ഇങ്ങനെ ഓ എൻ്റെ പിന്നെ എൻ്റെ ഇപ്പോൾ ഒരാളുണ്ട് രേഷ്മേച്ചിയെ. ബാക്കിയുള്ള ആൾക്കാർ പുറകെ വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ കയറാ. അമ്മേ, അമ്മേ ഇഷാനി ഇവിടുന്ന് എങ്ങോട്ടാ? ലെഫ്റ്റ് റൈറ്റ്?
എടി ഇങ്ങോട്ടല്ലേ? അമ്പോ നമ്മൾ ടോപ്പിലെത്തി. കാട്ടിക്കൂടെ കേട്ടപ്പോൾ നടത്തുന്നത് എങ്ങനെയാണ് കയറാ? പിടി, ഞാൻ കയറാം. എനിക്കൊക്കെ സിമ്പിളാ. ഓ അമ്മേ, ഞാൻ വരുന്നോളാ. എന്റെ കയ്യില് അമ്മേ. അമ്മ കണ്ടില്ലേ? അത് അഞ്ചുള്ള മുൻപ് ഒരു അറ്റം കണ്ടില്ലേ? ഓ, ആ നീളത്തിൽ കാണുന്ന സാധനം അങ്ങനെ ഒരു കുഞ്ഞൊരു മുൻപ് ഇതിന് താഴെയിട്ട് വരുന്നിട്ടാണല്ലേ ഈ മലയുടെ. ആണോ? അപ്പൊ ഇതാണ് എനർജി മേടിക്കും. സത്യം, നമ്മൾ ഈ കഷ്ടപ്പെട്ട് കയറി വന്നതിന്റെ കാവ്യ ഇത്ര നടന്നു വന്നിട്ട് നിനക്ക് എന്ത് തോന്നി വ്യൂ കണ്ടപ്പോ? ഞങ്ങൾ മല കയറാൻ തുടങ്ങിയപ്പോൾ ചെറിയ ചാറ്റമഴയൊക്കെ ഉണ്ടെങ്കിലും മേലെ എത്തിയപ്പോൾ മഴയൊക്കെ മാറി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇത് റെയിൻ കോട്ടൊക്കെ എടുത്ത് നമ്മുടെ കല്യാണത്തണ്ടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ തുടങ്ങി. ഈ കാണുന്ന കേട്ടോ നമ്മുടെ ഇടുക്കി ഡാം. പിന്നെ നമുക്ക് ഇവിടെ നിന്നാൽ തന്നെ നമുക്ക് അഞ്ചുരുളി ടണലും അഞ്ചുരുളി മുനമ്പും കാണാൻ പറ്റും. ഇവിടെ ഒരാളാണെങ്കിൽ ആദ്യമേ തന്നെ വന്ന് പാറപ്പുറത്ത് കയറി നിൽക്കാൻ തുടങ്ങി, വ്യൂ കുറച്ചുകൂടെ ഹൈറ്റിൽ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ നിൽക്കുന്ന പ്ലേസ് നമ്മൾ ഏറ്റവും ടോപ്പിലാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തെ മലയാണ് കാൽവരി മൗണ്ട് എന്ന് പറഞ്ഞ മല. അവിടെ നിന്നാലും നമുക്ക് ഈ സെയിം വ്യൂ തന്നെയാണ് കാണുന്നത്. ആളപ്പോഴേക്ക് മേലെ കയറുന്ന പോളിസാണെന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ഒന്നും പറയാനില്ല കേട്ടോ, അത്രയ്ക്ക് അടിപൊളി വ്യൂ ആയിരുന്നു. ചെറിയ കോടമഞ്ഞുണ്ടെങ്കിൽ പോലും നമുക്ക് വ്യൂ അടിപൊളിയായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ കയറിയ സമയം എത്രയാണെന്നറിയോ? ഉച്ചയ്ക്ക് 1:30 ടൈമിലാണ് കേട്ടോ നമ്മൾ കല്യാണത്തണ്ട് മല കയറിയത്. എന്നിട്ട് പോലും ഇത്ര കോടമഞ്ഞുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ ദൂരേക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ആ നീണ്ടു നിൽക്കുന്നതാണ് കേട്ടോ അഞ്ചുരുളി മുനമ്പ്. പിന്നെ ഞങ്ങൾ അതിൻ്റെ പൊക്കത്ത് കയറി ഇന്ന് ഫോട്ടോ എടുപ്പായി, റീൽസ് എടുപ്പായി. ഇതൊക്കെ കിട്ടും, കുഴപ്പമില്ലല്ലോ. ഏറ്റവും ടോപ്പ് പോയിന്റിൽ ഞാൻ നിൽക്കുന്നത് കേട്ടോ. കാല് വെറുക്കണല്ലേ? ഈ ഇത് രണ്ടൊക്കെ മാറ്റിയാണല്ലോ. ചോദിച്ചേട്ടാ, യൂട്യൂബാ ഫേമസ് ആക്കട്ടെ. അങ്ങനെ ഞങ്ങളിത് ഈ കാഴ്ചകളൊക്കെ കണ്ട് മല ഇറങ്ങിയായി. ആ വരുന്നതാണ് കേട്ടോ ഈശാനീൻ്റെ അമ്മ. അതായത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ പ്രോപ്പർട്ടിയായിരുന്നു. അപ്പോൾ അവളുടെ അമ്മയും പപ്പയും വന്നിട്ടുണ്ടായിരുന്നു. സോറി, ഈ വരുന്നത് കാവ്യയും റിനീഷാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഈശാനീൻ്റെ പപ്പ. അപ്പോൾ പോകുന്ന വഴിക്ക് തേയില കൃഷിയൊക്കെ നമുക്ക് കാണിച്ചു തന്നു. തേയിലേൻ്റെ വിത്ത് കാണിച്ചു തന്നു. തേയിലേൻ്റെയോ? അയ്യോ, വീട് കാണിച്ചെങ്കില്
എന്താ ചെയ്യുന്നേ? ഇതൊന്നും ചെയ്യത്തില്ല, ഇത് എന്റെ വിത്ത് അത്രേ ഉള്ളൂ. സീഡ്. ഓ തേയിലേന്റെ. തേയിലയുടെ അപ്പൊ നമ്മള് തേയില ഇതിങ്ങനെ ഗ്രൂം ചെയ്യും. ഇവിടെ കട്ട് ചെയ്തിട്ട് അപ്പൊ ഇങ്ങനെ പരന്നു വരും. എന്നിട്ട് അതിന് മേളിൽ ഇതുണ്ട് ഇതുപോലെ ഉണർപ്പ് വരും. ചെറിയ അതാണ് അന്നേരം അതിന് മണം കിട്ടും. തേയില ഇതാണ് ഫോക്കസ് കിട്ടത്തില്ല. ഇതാണ് അതിന്റെ കൊളുന്ത്. ഈ പാകത്തിൽ കട്ട് ചെയ്യണം. ഈ പാകത്തിൽ കണ്ടിട്ട് ഇത് ഇങ്ങനെ ഇതാണ് കേട്ടോ ഏല കൃഷി വരുന്നത്. നമുക്ക് എങ്ങനെ അതിന്റെ മൂട്ടിൽ കാണാൻ പറ്റും ഏല ഇങ്ങനെ പിടിച്ചു കിടക്കുന്നത്. ഇതല്ലേ ഏലത്തിന്റെ. ഇതൊരു 10-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്ക് അടുത്ത ഡിസ്ട്രിക്ട് കായ എടുക്കാറാവും. ഓക്കെ, ഇഷാനെ കണ്ടിട്ട് മറ്റേ കിലുക്കത്തില് രേവതി നിക്കൂല ഒരു കൊടയം കൊണ്ടൊക്കെ. ശരിക്കും ഇഷാനി പറ എന്താ ഇത്? ഇതിനല്ലേ വെള്ളം എടുക്കുന്നു പറഞ്ഞാമോ? ഇതിന്നാണ് നമ്മള് നമ്മുടെ ഇറിഗേഷൻ നടത്തുന്നത്. അതുപോലെ അതിലൊരു കുഞ്ഞി ഓലിയുണ്ട്, അതിനാണ് ഇവിടുത്തെ ആൾക്കാരെല്ലാം വെള്ളം എടുക്കുന്നത്. ഇത് വെള്ളം വിത്ത് എന്താ കുറെ കണ്ടമാനം മിനറൽസ് ഉള്ള വാട്ടറാണ്. അങ്ങനെ ഞങ്ങൾ ഇതേ ഇവിടുന്ന് ഇറങ്ങിയായി. എല്ലാവരും വെയിറ്റ് ചെയ്ത് താഴെ നിൽപ്പുണ്ട്. ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ കല്യാണത്തിൻ്റെ വ്യൂ പോയിന്റ് വീഡിയോ വരുന്നത്. അപ്പം ഇപ്പം നമ്മൾ പോയത് നമ്മുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി കൂടെയാണ്. നമ്മുടെ ഇഷാനീൻ്റെ, അതായത് ഞങ്ങളുടെ ഫ്രണ്ട് ഉണ്ട് ഇഷാനി, അവളുടെ പ്രോപ്പർട്ടി കൂടെ നടന്നാണ് കേട്ടോ നമ്മൾ ആ വ്യൂ പോയിന്റിൽ എത്തുന്നത്. ആക്ച്വലി അടിപൊളിയായിരുന്നു. ഇതിന് നമുക്ക് അല്ലാണ്ട് തന്നെ മേലേക്കുള്ള എൻട്രൻസ് വേറെ ഉണ്ട്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് പോയിട്ട് വിസിറ്റ് ചെയ്യാം. വ്യൂ സെയിം തന്നെയാണ്. അപ്പം എല്ലാവരും വരിക, വിസിറ്റ് ചെയ്യുക. എന്തായാലും അടിപൊളി വ്യൂ ആണ് കേട്ടോ, ഒന്നും പറയാനില്ല. നല്ല കോടമഞ്ഞുണ്ടായിരുന്നു, നിങ്ങളും കണ്ടിട്ടുണ്ടാവും. ബാക്കി വീഡിയോസ് ഇനി പുറകെ വരുന്നുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ പുതിയ വീഡിയോസായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും.